പരസ്പരമുള്ള തെറ്റിദ്ധാരണകൾ മാറ്റി കൈകൊടുത്ത് മനാഫും അർജുന്റെ കുടുംബവും. അർജുന്റെ വീട്ടിലെത്തി മനാഫ്. ഇന്ന് വൈകുന്നേരമാണ് മനാഫ് കണ്ണാടിക്കലിലെ അർജുന്റെ വീട്ടിൽ പോയത്. ഇവർക്ക് ചില കാര്യങ്ങളിൻ്റെ സംസാരങ്ങൾ വേറൊരു തലത്തിലേക്ക് പോയി എടുത്തതാണ് കാരണം. അപ്പോൾ അതിപ്പം എന്താ പറഞ്ഞാൽ കഴിഞ്ഞ് ഈ വിഷയം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ മുന്നേയും പറഞ്ഞിട്ടുണ്ട്, ഈ വിഷയത്തിൽ തെറ്റിദ്ധാരണകളാണ് ഉണ്ടായത്. ആ തെറ്റിദ്ധാരണകൾ ഇപ്പം പറഞ്ഞ് സംസാരിച്ച് തീർത്ത് ഇവർക്ക് ഞാൻ എന്താണോ ഉദ്ദേശിച്ചത് ഇവരോടും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇവരെന്ത് ഉദ്ദേശിച്ച് അത് ഞാൻ പൂർണ്ണമായിട്ടും മനസ്സിലാക്കുന്നുണ്ട്. ഇനി അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളും രണ്ടു ഭാഗത്തുനിന്നും ഇല്ലാത്ത തരത്തിൽ നമ്മൾ എന്താണ് ഒരു ഫാമിലിയാണ്. ഈ ഒരു തെരച്ചിൽ ആദ്യം ഘട്ടം മുതൽ അവസാന ഘട്ടം വരെ അർജുനെ കിട്ടുന്നവരെ ഉണ്ടായിരുന്ന ഒരാളായിരുന്നു ഞാൻ. അപ്പം അതിന് ശേഷമുള്ള പത്രസമ്മേളനമൊക്കെ വിളിച്ചൊക്കെ ഏത് ഭാഗത്ത് അതൊക്കെ നമ്മൾ ഇവിടെ സംസാരിച്ച് കഴിഞ്ഞു, ഏത് രീതിയിലാണൊക്കെ ഉണ്ടായതെന്നുള്ള. പക്ഷേ ഇതൊക്കെ ഞാൻ പറഞ്ഞാൽ സാധാരണക്കാരിൽ സാധാരണക്കാരനായ ഒരാളാണ്. പിന്നെ അതിൽ കുറേ കാര്യങ്ങൾക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായില്ല. പിന്നെ ഓരോ വിഷയത്തിൽ മറ്റോ ചോദ്യങ്ങൾ വരുമ്പോൾ അതിലേക്ക് കൺവേർട്ടായി മാറിപ്പോയി. ഉദ്ദേശ കാര്യം ശരിക്കും വേറെ ഒന്നായിരുന്നു, പക്ഷെ ജനങ്ങളിലെത്തി വേറെ ഒന്നായിപ്പോയി. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിപ്പോയി എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. പിന്നെ ഇതിലിപ്പോൾ എനിക്ക് കിട്ടിയ പരിവേഷം എന്ന് പറഞ്ഞാൽ ഞാൻ സംഘിപ്പട്ടം, പിന്നെ ഒരു എന്താ പറയുക, ഒരു വർഗീയ തലത്തിലുള്ള ആൾ, പിന്നെ ആ രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ വളച്ചു പിടിക്കുന്ന കുറേ ഒരു വിഭാഗം ആൾക്കാരെ ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ടെത്തിയിട്ടുണ്ട്. എൻ്റേത് വർഗീയ വിമുക്ത കേരള ആക്കണം. സംഭവത്തിൽ കൂടുതൽ വിവരങ്ങളുമായി റമീസ് ചേരുന്നുണ്ട്. റമീസ്, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നാം കാണുന്നതാണ് അർജുന്റെ കുടുംബവും മനാഫും നടത്തിയ വാർത്താ സമ്മേളനവും അതിനോട് ചേർന്നുള്ള ചർച്ചകളും വിവാദങ്ങളുമൊക്കെ. അതിനൊക്കെ ഒരു പരിസമാപ്തി ആയിരിക്കുകയാണ് ഇന്ന്. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? ഇന്ന് വൈകുന്നേരത്തോടു കൂടിയാണ് മനാഫ് അർജുന്റെ കണ്ണാടിക്കലെ വീട്ടിലേക്ക് എത്തുകയും കുടുംബവുമായി സംസാരിച്ച് അവർ തമ്മിലുള്ള തെറ്റിദ്ധാരണകൾ മാറ്റുകയും ചെയ്തത്. തന്റെ വാക്കുകൾ തെറ്റിദ്ധാരണ ഉണ്ടാക്കുകയും ഒരു കുടുംബം പോലെയാണ് തങ്ങളും അർജുന്റെ കുടുംബവും എന്ന് മനാഫ് വീഡിയോയിൽ പറയുന്നുണ്ട്. ഒരു യൂട്യൂബ് മാധ്യമ ചാനൽ ഉടമയുമായാണ് മനാഫ് കുടുംബത്തെ സന്ദർശിച്ചത്. എന്ത് തരത്തിലുള്ള പിഴവുകൾ ഉണ്ടെങ്കിലും അതൊക്കെയും തന്നെ തങ്ങൾക്ക് പൊറുക്കാനും മറക്കാനും കഴിയുമെന്നും തങ്ങളെ ഒരു വർഗീയവാദി പട്ടം ചുമത്താൻ ശ്രമിക്കരുതെന്നും അപേക്ഷിച്ചുകൊണ്ടാണ് ആ വീഡിയോയിൽ ഉടനീളം ഇരുവരും സംസാരിക്കുന്നത്. മുതലെടുപ്പ് ഉണ്ടായിട്ടുണ്ടാകാം, പക്ഷേ അതൊക്കെയും തന്നെ മറന്നു കളയണം എന്ന തരത്തിൽ മനാഫും അർജുന്റെ കുടുംബവും അർജുന്റെ അളിയൻ ജിതിനടക്കം ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. തങ്ങൾ ഉദ്ദേശിച്ച കാര്യമല്ല പുറത്തേക്ക് എത്തിയതെന്നും അനാവശ്യ വിവാദമാണ് ഉണ്ടായതെന്നും ഈ ഒരു വീഡിയോയിൽ മനാഫും അർജുന്റെ കുടുംബവും തമ്മിലുള്ള സംസാരത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ഈ ദിവസങ്ങളോളം നീണ്ടുനിന്ന മനാഫ് അർജുൻ വിവാദത്തിലുള്ള ഒരു ശാന്തതയാണ് ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇരുവരും തമ്മിൽ യാതൊരു പ്രശ്നവുമില്ല. അനാവശ്യമായ വിവാദമാണ് ഉയർന്നു വന്നത്. തെറ്റിദ്ധാരണകളാണ് ഇത്തരത്തിലൊരു വിവാദം ഉണ്ടാവുന്നതിന് കാരണമായതെന്നാണ് ഇരുവരുടെയും അഭിപ്രായം. എന്തായാലും രമ്യമായ ഒരു പരിഹാരത്തിലേക്ക്, ഒരു ശുഭകരമായ അവസാനത്തിലേക്ക് ഇരുവരും തമ്മിലുള്ള ബന്ധം ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. പരസ്പരമുള്ള തെറ്റിദ്ധാരണകൾ മാറ്റി കൈകൊടുത്ത് മനാഫും അർജുന്റെ കുടുംബവും. അങ്ങനെ ആ ഒരു വിവാദത്തിനിവിടെ പരിസമാപ്തി ആയിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ റമീസാണ് നൽകിയത്.